കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മസാല ചായയാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 കരയാമ്പൂവ്, 3 ഏലക്കായ, ഒരു കഷ്ണം പട്ടയണത്. അപ്പൊ നമുക്ക് ഈ മഴയൊക്കെ നന്നായി പെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല ചായ. അപ്പൊ നമ്മൾ ഈ കപ്പിന് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റൗ കത്തിച്ച് വെള്ളം വെച്ച് കൊടുക്കുക. ഇഞ്ചി ഏലക്കായ ഒന്ന് ചതച്ചിടണം കേട്ടോ. പിന്നെ പട്ടയും ഗ്രാമ്പു അങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക, വെള്ളം വെച്ച് കൊടുക്കുക. ഓരോരുത്തർക്ക് അവരവരുടെ സ്ട്രോങ്ങിനനുസരിച്ചിട്ട് മസാല ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലേവർ ഇതിനുണ്ടാവുള്ളൂ, ഒരുപാട് ഫ്ലേവർ ഉണ്ടാവില്ല. നമുക്കിത് ഈ ഏലക്കായ ഒന്ന് ചതച്ചെടുക്കുക, ഇഞ്ചിയും ചതച്ചെടുക്കുക. നമുക്ക് ഈ മസാലയൊക്കെ അതിലിടാം. പട്ട, ഇഞ്ചി ചതച്ചത്, ഏലക്ക ചതച്ചത്, ഗ്രാമ്പു. അപ്പൊ നമ്മൾ ഇതിന് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 1.5 കപ്പ് പാലൊഴിക്കണം. ഇത് മിൽമയുടെ കട്ടി കുറഞ്ഞ പാലാണ് കേട്ടോ, അതാണ് 1.5 കപ്പ് എടുക്കുന്നത്. നമുക്ക് ഈ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലോണം കടുപ്പം വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പാല് കുറച്ചും കൂടി ഒഴിക്കാം. ഇതിപ്പോ ഒരു സാധാരണ ചായയുടെ കടുപ്പുണ്ടാവുള്ളൂ കേട്ടോ. നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് നിറച്ച്, ഇത് ചെറിയ ടീസ്പൂണാണ്, ചായപ്പൊടി ഇടുക. അപ്പൊ ഏകദേശം ഒരു 1.5 ടീസ്പൂണ് ചായപ്പൊടി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചായ തിളയ്ക്കാറായിട്ടുണ്ട്. നമ്മുടെ ചായ തിളച്ചു, നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. സ്റ്റൗ സിമ്മിലേക്ക് ഇടുക, ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചായയുടെ അടുത്ത് തന്നെ നിൽക്കണല്ലേ, തിളച്ച് ആകെ പോകും, പിന്നെ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചായ തിളച്ച് പുറത്തു പോയാൽ പിന്നെ ചായക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. നമുക്കിതിലേക്കൊരു 2.5 ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം. നമ്മുടെ ചായ അതിലേക്ക് അരിച്ചെടുക്കുക. ഇനി ഒന്ന് ഇതാക്കിയെടുക്കാം. നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മസാല ചായ കുടിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കപ്പിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല മഴ പെയ്യുമ്പോഴൊക്കെ നമുക്കൊരു മസാല ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും.